മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇതായിരുന്നു ചർച്ചാ വിഷയം. ശബരിമലയിലെത്തിയ മോഹൻലാൽ തന്റെ ഇച്ഛാക്കയ്ക്ക് വേണ്ടി നടത്തിയ വഴിപാട് അത് കണ്ടപ്പോൾ മലയാളികൾക്ക് അത്ര അത്ഭുതമൊന്നും തോന്നാൻ സാധ്യതയില്ല. കാരണം ഈ സ്നേഹവും ബഹുമാനവുമെല്ലാം നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് ദശാബ്ദങ്ങൾ കുറച്ചായി. എന്നെ ചേർത്തു നിർത്തിയ ഒരാളല്ല, അകലിൽ നിന്ന് ഏട്ടൻ എന്ന മനസ്സോടെ എന്നെ നോക്കി നിന്ന ഒരാളാണ് ഇച്ചാക്ക. പണ്ടൊരിക്കൽ മമ്മൂട്ടിയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണിത്. എൻ്റെ സഹോദരങ്ങൾ എന്നെ വിളിക്കുന്ന പേരാണ് ഇച്ചാക്ക. പലരും ആലങ്കാരികമായി അങ്ങനെ വിളിക്കാറുണ്ടെങ്കിലും ലാൽ അങ്ങനെ സംബോധന ചെയ്യുമ്പോൾ എൻ്റെ സഹോദരങ്ങളിൽ ഒരാളാണെന്ന തോന്നൽ എനിക്കുണ്ടാകാറുണ്ട്. മോഹൻലാലിൻ്റെ 60ാം പിറന്നാൾ ദിനത്തിൽ ആശംസ നേർന്നുകൊണ്ടുള്ള മമ്മൂട്ടിയുടെ വാക്കുകളാണിത്. കൊല്ലങ്ങളായി മലയാള സിനിമ അടക്കി വാഴുന്ന, ഇപ്പോഴും മോളിവുഡിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന രണ്ടുപേർ, അഭിനയത്തിലെ അതികായന്മാർ. അവർ പുലർത്തുന്ന സാഹോദര്യ ബന്ധം ഏതൊരു മനുഷ്യനെയും കൊതിപ്പിക്കുന്നതാണ്. മലയാളികളുടെ സ്വന്തം മോഹൻലാലും മമ്മൂട്ടിയും. മലയാളിയുടെ നിത്യജീവിതത്തിലൂടെ കടന്നു പോകുന്ന രണ്ടുപേർ. സിനിമ എന്ന് ചിന്തിക്കുമ്പോൾ ഇക്കാലത്തെ മലയാളികളുടെ മനസ്സിൽ ആദ്യമെത്തുക ഇരുവരുടെയും മുഖമായിരിക്കും. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മോഹൻലാൽ മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയിട്ട് വർഷം 45 പിന്നിടുന്നു. 1971 അനുഭവങ്ങൾ പാളിച്ചകളിലൂടെ തുടങ്ങിയ മമ്മൂട്ടിയുടെ സിനിമാ ജീവിതമാകട്ടെ 50ലേറെ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇതിനിടയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് 50ലേറെ ചിത്രങ്ങളും. പടയോട്ടം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കാണുന്നത്. ആ ബന്ധമാകട്ടെ ഇന്നും ശക്തമായാണ് നിലനിൽക്കുന്നത്. ഇതിനിടെ വില്ലനായും സഹനായകന്മാരായെല്ലാം ഇരുവരും സ്ക്രീനുകളിൽ വന്നുപോയി. പടയോട്ടത്തിൽ ഒരുമിച്ചെങ്കിലും IV ശശിയുടെ അഹിംസയാണ് ഇരുവരും ഒന്നിച്ച പടങ്ങളിൽ ആദ്യം റിലീസ് ചെയ്തത്. ഇതാകട്ടെ 1981 പിന്നീടാണ് പടയോട്ടം റിലീസ് ചെയ്യുന്നത്. പിന്നീട് അനുബന്ധം, ആൾക്കൂട്ടത്തിൽ തനിയെ, ഇടനിലങ്ങൾ, കരിമ്പിൻ പൂവിനക്കരെ, വാർത്ത, അതിരാത്രം, അടിമകൾ ഉടമകൾ തുടങ്ങി ഹരികൃഷ്ണൻസ്, നരസിംഹം, 2020 അങ്ങനെ മലയാളി എന്നും ഓർത്തിരിക്കുന്ന ഒരു പിടി ചിത്രങ്ങളിൽ മമ്മൂട്ടി മോഹൻലാൽ കോംബോ തകർത്തഭിനയിച്ചിട്ടുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇരുവരും ഒരുമിക്കുന്നതാകട്ടെ ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിലൂടെയാണ്. പുറത്തിറങ്ങാനിരിക്കുന്ന മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ എമ്പുരാനിൽ മമ്മൂട്ടിയെ കാണാനാകുമോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്. ഓൾറെഡി മലയാളത്തിലെ ബിഗ്ഗസ്റ്റ് ചിത്രമായാണ് എമ്പുരാന്റെ വരവ്. മമ്മൂട്ടി കൂടി ഉണ്ടെങ്കിൽ ചിത്രത്തിന്റെ റേഞ്ച് വീണ്ടും ഡബിൾ ആകും. ഒരുമിച്ച് അഭിനയിക്കുക മാത്രമല്ല, ശബ്ദമായി പോലും ഇരുവരും പരസ്പരം സിനിമകളുടെ ഭാഗമാകാറുണ്ട്. മമ്മൂട്ടിയുടെ പഴശ്ശിരാജ തുടങ്ങിയത് മോഹൻലാലിന്റെ ശബ്ദത്തിലായിരുന്നു. മോഹൻലാലിന്റെ ഒടിയനിലാകട്ടെ മമ്മൂട്ടിയിലൂടെയായിരുന്നു നരേഷനും. ഒരു ഇൻഡസ്ട്രിയിൽ 2 സൂപ്പർ താരങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ തമ്മിൽ ഈഗോ ക്ലാഷും മത്സരവുമെല്ലാം മറ്റു പല ഇൻഡസ്ട്രികളിലും സർവ്വസാധാരണമാണ്. എന്നാൽ മലയാളത്തിലാകട്ടെ ഇരുവരുടെയും ആരാധകർ തമ്മിൽ സോഷ്യൽ മീഡിയയിലുള്ള ഫാൻ ഫൈറ്റുകൾ മാറ്റി നിർത്തിയാൽ തങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് മോളിവുഡിന്റെ ബിഗ് ഗെയിംസ്. ഞാൻ വിളിച്ചാൽ ഫ്ലൈറ്റ് ചാർജ് ചെയ്ത് പറന്നു വരും അവൻ. നരസിംഹത്തിൽ മോഹൻലാലിന്റെ ഇന്ദുചൂടൻ എന്ന കഥാപാത്രം ഈ ഡയലോഗ് പറയുകയും പിന്നീട് അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാറായി മമ്മൂട്ടിയെ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യുന്ന സീൻ. മലയാളം ഇന്നേ വരെ കണ്ടിട്ടുള്ള മറ്റേത് സീനെടുത്ത് തൂക്കി നോക്കിയാലും ഇതിന്റെ തട്ട് താഴ്ന്നു തന്നെയിരിക്കും. ഫാൻ ഫൈറ്റുകൾ നടത്തുമ്പോഴും ഇരു താരങ്ങളുടെയും ആരാധകർ ഒരുമിച്ച് കൈയടിച്ച പല സിനിമകളിലെ സീനുകളിൽ ഒന്ന് മാത്രമായിരുന്നു ഇത്. സിനിമയുടെ ആസ്വാദനത്തെയും താരങ്ങളോടുള്ള ഇഷ്ടത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ഹെൽത്തി ഫാൻ ഫൈറ്റുകൾ. എന്നാൽ അവ അതിൽ കടക്കുമ്പോഴാണ് വിദ്വേഷ രൂപത്തിലേക്കും പല തലത്തിലേക്കും അത് വഴിമാറുന്നത്. ഇഷ്ടതാരത്തിന് വേണ്ടി പരസ്പരം ചീത്ത വിളിക്കുന്ന ആരാധക കൂട്ടത്തെ നമ്മളറിയുന്ന മമ്മൂട്ടി മോഹൻലാലും ഒരിക്കലും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. സൂപ്പർ താരങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ചേരിതിരിവോ കാലുഷ്യമോ ഇല്ല എന്നതിന്റെ സമീപകാല കാഴ്ചയാണ് എമ്പുരാന്റെ ടീസർ ലോഞ്ചും മോഹൻലാലിന്റെ ശബരിമല സന്ദർശനവും. ഈ വർഷം ജനുവരിയിൽ നടന്ന ചടങ്ങിൽ എമ്പുരാന്റെ ടീസർ ലോഞ്ച് മോഹൻലാൽ അടക്കമുള്ള താരനിരയെ സാക്ഷിയാക്കി മമ്മൂട്ടിയായിരുന്നു നിർവഹിച്ചത്. ചടങ്ങിലെ ഇരുവരും ഒരുമിച്ചുള്ള നിമിഷങ്ങളും അതിന്റെ വീഡിയോസും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കഴിഞ്ഞ ദിവസം ശബരിമലയിലെത്തിയ മോഹൻലാൽ ആകട്ടെ മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിൽ നേർന്ന വഴിപാടും ഇതേപോലെ ചർച്ചയായിരുന്നു. മമ്മൂട്ടിക്ക് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന വാർത്തകൾക്കിടെയാണ് മോഹൻലാൽ തന്റെ ഇച്ചാക്കയുടെ ആരോഗ്യത്തിനായി വഴിപാട് നേരുന്നതും. എന്റെ മക്കളുടെ വിവാഹം സ്വന്തം വീട്ടിലേതുപോലെയാണ് ലാൽ കണ്ടിരുന്നത്. പ്രണവിനെ ആദ്യമായി സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങിച്ചിരുന്നു. നേരത്തെ മമ്മൂട്ടി പറഞ്ഞ ഈ വാക്കുകളിലുണ്ട് ഇരുവരും തമ്മിലുള്ള സ്നേഹവും ബഹുമാനവും. എൻ്റെ മകളുടെ പുസ്തകം വായിച്ച ശേഷം ദുൽഖർ സൽമാൻ എഴുതിയ കുറിപ്പിന്റെ അവസാനം കുറിച്ചത് സ്വന്തം ചാരുച്ചേട്ടൻ എന്നാണ്. എൻ്റെ മകളെ സ്വന്തം അനിയത്തിയായി ഇപ്പോഴും അവർക്ക് തോന്നുന്നു എന്നത് മമ്മൂക്ക പകർന്നു നൽകിയ വാത്സല്യത്തിന്റെ തുടർച്ചയാണ്. മോഹൻലാൽ മുൻപ് പറഞ്ഞ ഈ വാക്കുകളും അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തെ മനസ്സിലാക്കി തരുന്നതാണ്. കഠിനാധ്വാനത്തിലൂടെ നടഞ്ഞാകാൻ വേണ്ടി മാത്രം ജീവിച്ചയാളാണ് മമ്മൂട്ടി. ഓരോ നിമിഷവും കഠിനാധ്വാനം ചെയ്യുന്നു. താനാകട്ടെ സൗഹൃദങ്ങളിലൂടെ നടനായി പോയ ഒരാളാണ്. എപ്പോഴും മമ്മൂട്ടി എന്ന നടന്റെ ജീവിതവും അഭിനയവും അത്ഭുതമാണ്. സിനിമകൾ കണ്ടും പഠിച്ചും ജീവിക്കുന്ന ഒരാൾ. മമ്മൂട്ടിയെക്കുറിച്ച് ഇങ്ങനെ മോഹൻലാലിന് പറയാൻ കാര്യങ്ങൾ ഏറെയാണ്. പ്രിയപ്പെട്ട ഇച്ചാക്കയ്ക്ക് പിറന്നാൾ ആശംസകൾ. എല്ലാ വർഷവും സെപ്റ്റംബർ 7 മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് വാളിൽ കണ്ടുവരുന്ന മാൻഡേറ്ററി പോസ്റ്റാണിത്. അതിനു താഴെ പ്രിയപ്പെട്ട ലാൽ, ആശംസകൾക്ക് നന്ദി എന്ന കമന്റും. ഇരു താരങ്ങളുടെയും ആരാധകർക്ക് എല്ലാ വർഷവും സന്തോഷം പകരുന്ന കാഴ്ചയാണിത്. പ്രൊപ്പഗാണ്ട സിനിമകളിലൂടെ മനുഷ്യ മനസ്സുകളിൽ വിദ്വേഷം കുത്തിനിറയ്ക്കുന്ന കാലത്തെ ദ റിയൽ കേരള സ്റ്റോറിയാണ് മമ്മൂട്ടി മോഹൻലാൽ ബന്ധം.
മലയാള മനസ്സുകളിൽ ഇരുവർക്കുമുള്ള സ്ഥാനം വാക്കുകൾക്കും അതീതമാണ്. അത് കാലം എത്ര കഴിഞ്ഞാലും തുടരുക തന്നെ ചെയ്യും. ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കാം. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എല്ലാ മത്സരങ്ങൾക്കും ബഹളങ്ങൾക്കും അവസാനം കൂടെ നിൽക്കുന്ന മുതിർന്ന ഒരാളുണ്ടെന്ന് നൽകുന്ന സുരക്ഷിതത്വ ബോധം ചെറുതല്ല. എന്നെ ചേർത്ത് നിർത്തിയ ഒരാളല്ല, അകലെ നിന്ന് ഏട്ടൻ എന്ന മനസ്സോടെ എന്നെ നോക്കി നിന്ന ഒരാളാണ് ഇച്ചാക്ക. സ്കൂളിൽ പോകുമ്പോൾ ചേട്ടനും കൂടെ ഉണ്ടെങ്കിൽ തോന്നുന്ന ഒരു ധൈര്യമുണ്ടല്ലോ, അത് തന്നെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആ സുരക്ഷിതത്വ ബോധമാകാം ഇച്ചാക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മോഹൻലാലിനെ എപ്പോഴും പാകപ്പെടുത്തുന്നതും.